Assalamu alaikum. Hello dear students. We are learning our third chapter. Okay, so in the last class we have learned about what? We have learned about the galvanic cell. The galvanic cell is otherwise called what? The galvanic cell is otherwise called a voltaic cell. Okay, so today we are going to learn about electrolytic cell. Okay, so what is electrolytic cell? സോ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഇറ്റ് ഈസ് ഇലക്ട്രോളിറ്റിക് സെൽസ് അല്ലേ. സോ എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽസ് എന്ന് പറയുന്നത്? ഇലക്ട്രോളിറ്റിക് സെൽസ് എന്നുള്ള ആ ഒരു നെയിമിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അപ്പം ഇൻ 8th സ്റ്റാൻഡേർഡ് യു ഹാവ് ലേൺഡ് അബൌട്ട് ഇലക്ട്രോളിസിസ് അല്ലേ. ഇലക്ട്രോളിസിസിനെ കുറിച്ച് ഇലക്ട്രോളിസിസ് എന്താണെന്നൊക്കെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ എംപ്ലോയിങ് ഇലക്ട്രിക്കൽ എനർജി. അതായത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. വാട്ട് ഈസ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ എംപ്ലോയിങ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? വാട്ടറിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇലക്ട്രിക്കൽ എനർജി. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആൻഡ് നമ്മളിത് കൊമേഴ്സ്യലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദ ഇലക്ട്രോളിസിസ് വി യൂസ് ആസ് കൊമേഴ്സ്യലി നമ്മൾ ഈ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെപ്പറേറ്റ് എലമെൻറ്റ്സ് ഫ്രം നാച്ചുറലി ഒക്കുറിങ് സബ്സ്റ്റൻസസ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഗോൾഡ് അല്ലെങ്കിൽ അലൂമിനിയം എന്നൊക്കെ പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? വേർ വി ഗെറ്റ് ദിസ് അലൂമിനിയം ആൻഡ് ഗോൾഡ് ഓർ കോപ്പർ ഫ്രം? വി ഗെറ്റ് ഇറ്റ് ഫ്രം ദ നേച്ചറിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവയൊക്കെ കിട്ടുന്നത് അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് ആയിട്ടാണോ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്? അതുപോലെ നമ്മൾ അലൂമിനിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നമുക്കത് കിട്ടുന്നുണ്ട്, എർത്തിൽ നിന്ന് നമുക്കത് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഇറ്റ് ഡസൻ ഗെറ്റ് ഇൻ ദ പ്യുവറസ്റ്റ് ഫോമിലല്ല നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഓറ് കിട്ടുന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സോ ദ 4th ചാപ്റ്റർ വി വിൽ ലേൺ ഡീറ്റെയിൽഡ് അബൌട്ട് ദാറ്റ്. നമ്മളിങ്ങനെ ഇതെങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നതിനുള്ള ആ ഒരു പ്രോസസ്സൊക്കെ നമ്മൾ 4th ചാപ്റ്ററിൽ പഠിക്കും. അപ്പം നമ്മൾ ഇലക്ട്രോളിസിസ് ഒക്കെ ഇതിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അലൂമിനിയത്തിൻ്റെ ഒരു ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലൂമിനിയം ഫ്രം ബോക്സൈറ്റ് അല്ലേ. ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം സെപ്പറേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് കൊമേഴ്സ്യലി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് മിസ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് haven't you learned about this chemical reaction in lower classes? നിങ്ങൾ 8th or 9th ഒക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. What are the substance obtained when electricity is passed through acidified water? Do such type of chemical changes happen when electricity is passed through metals? അതായത് മെറ്റൽസിലൂടെ നമ്മൾ വാട്ടറിൻ്റെ കേസ് പറഞ്ഞു. വാട്ടറിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമെന്ന് പറഞ്ഞു. വെൻ വി പാസ്ഡ് ഇലക്ട്രിസിറ്റി ത്രൂ ദ വാട്ടർ ദാറ്റ് ടേക്സ് പ്ലേസ് ദ കെമിക്കൽ റിയാക്ഷൻ. ലൈക്ക് ദാറ്റ് ഇൻ മെറ്റൽ ഓൾസോ ദിസ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. മെറ്റൽസിൽ എന്ത് നടക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? മെറ്റൽസിലും എന്ത് നടക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. Okay, electrolytes are substances that undergo chemical changes on passing electricity through it. അതായത് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്നു? അത് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ ദ കെമിക്കൽ ചേഞ്ച് വെൻ വി പാസ്ഡ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. നമ്മൾ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മെറ്റൽസിലൂടെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പം അതിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ്. അങ്ങനെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ അവസ്ഥകളിലാണ് ഈ ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്.
സോ ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉരുകിയ അവസ്ഥയിൽ അല്ലേ, മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അക്വസ് മീൻസ് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ, വാട്ടറിലായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോഴോ എന്ത് ചെയ്യുന്നു, ഇത് കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ്സിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോലൈറ്റ്സ് എപ്പോഴാണ് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കുന്നത്? അത് മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയാണ്, ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിലായിരിക്കുമ്പോഴോ ആയിരിക്കും ഇത് ഇലക്ട്രോലൈറ്റ്സ് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ അക്വസ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച്. നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുമ്പോൾ അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് ആണോ? നോ, ദർ ഓക്വേഴ്സ് ദ കെമിക്കൽ ചേഞ്ച്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചേഞ്ച് സംഭവിക്കുന്നു? അവിടെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. ഓക്കെ, ആൻഡ് ആസിഡ്, ആൽക്കലീസ് ആൻഡ് സാൾട്ട് ആർ ഇലക്ട്രോലൈറ്റ്സ് ഇൻ ദെയർ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പം ഏതിനെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്? ആസിഡ്, ആൽക്കലി, അതുപോലെ തന്നെ എന്താണ്, ആസിഡ്, ആൽക്കലി, സോൾട്ട് ഒക്കെ എന്താണ്, ഇലക്ട്രോലൈറ്റ്സ് ആണ്. അത് ഏത് സ്റ്റേറ്റിലാണ് അതിനെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. ആസിഡും ആൽക്കലിയും ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ എന്താണ്, ആസിഡും ആൽക്കലിയും പിന്നെ ആസിഡും ആൽക്കലിയും സോൾട്ടും ഒക്കെ എപ്പോഴാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്? അത് മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലായിരിക്കുമ്പോഴോ ആണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് the process of chemical change taking place in electrolyte by passing electricity is known as electrolysis. അപ്പോൾ എന്താണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്നു. ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നു. അങ്ങനെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്താണ്? ദ പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ്. ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, സബ്സ്റ്റൻസിനെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നു. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുമ്പം അവിടെ എന്ത് സംഭവിക്കുന്നു? കെമിക്കൽ ചേഞ്ച് നടക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ആൻഡ് ദ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രോലൈറ്റ്സ്. ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നു. ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നു. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആസിഡ്, ആൽക്കലി അല്ലെങ്കിൽ ദെൻ സോൾട്ട് അല്ലേ, വിച്ച് ആർ ഇൻ ദ അക്വസ് സ്റ്റേറ്റ് ഓർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ അയോൺസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ്സ് ക്യാൻ മൂവ് ഫ്രീലി. അതായത് അക്വസ് സൊല്യൂഷനിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോഴോ അതിലുള്ള അയോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതൊരു സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്നതിനേക്കാളിലും കൂടുതൽ അതൊരു അക്വസ് സൊല്യൂഷനിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ഉള്ളപ്പം എന്ത് ചെയ്യും? അതിലുള്ള അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ദേ ഹാവ് ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻ ദ അക്വസ് സൊല്യൂഷൻ ഓർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലായിരിക്കുമ്പോഴും എന്താണ്, ഇതിന് കൂടുതൽ ഫ്രീഡം, ഈ ഇലക്ട്രോലൈറ്റ്സിന് കൂടുതൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, ദീസ് അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ദ ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന അയോൺസ് അതിലുണ്ടായതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. സോ വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഇലക്ട്രിസിറ്റി? ഈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത്? അതിലേക്കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അയോൺസ് നമ്മൾ പറഞ്ഞില്ലേ, ഇത് അക്വസ് സ്റ്റേറ്റിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോഴോ എന്താണ്, ഇത് ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അക്വസ് സ്റ്റേറ്റ് ഓർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ദിസ് മൂവ്സ് ഫ്രീലി. ഓക്കെ, അങ്ങ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന അയോൺസ് ആണ് ദ അയോൺസ് വിച്ച് മൂവ് ഫ്രീലി റെസ്പോൺസിബിൾ ഫോർ ദ ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ദിസ് അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സിൽ ആ ഒരു ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഈ അയോൺസ് ആണ്. ഈ അയോൺസിൻ്റെ ഫ്രീ മൂവ്മെൻ്റ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് മൈക്കൽ ഫാരഡേ. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ? ഇലക്ട്രിസിറ്റി നമ്മൾ ഇൻ ഫിസിക്സ് വി ഹാവ് ലേൺ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ആൻഡ് ഹിയർ ഇൻ ഇലക്ട്രോലൈറ്റ്സ് ദ അയോൺസ് മൂവ് ഫ്രീലി ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ഇലക്ട്രിസിറ്റി ഇൻ ഇലക്ട്രോലൈറ്റ്സ്. Okay, it was Michael Faraday who gave a scientific explanation for electrolysis at the first time. നമുക്കറിയാം മൈക്കൽ ഫാരഡേ ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. ആൻഡ് ഹി ഗിവ് ആൻ എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ഇലക്ട്രോളിസിസ് പ്രോസസ്.
അദ്ദേഹം ഈ ഇലക്ട്രോളിസിസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. സോ ഇലക്ട്രോഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോലൈറ്റ്സ്. അപ്പം നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് ഇലക്ട്രോലൈറ്റ്സിൽ എന്തോ ഉണ്ട്, ഇലക്ട്രോഡ്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. ഇലക്ട്രോഡ്സ് എന്താണ്, ഇലക്ട്രോഡ്സ്. സോ വാട്ട് ഈസ് ഇലക്ട്രോഡ്സ്? ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സോ ദ ഇലക്ട്രോഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സിലേക്ക് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോഡ്സ്. എന്താണ്, ഇലക്ട്രോലൈറ്റ്സിലേക്ക് എന്താണ് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് ആർ റെസ്പോൺസിബിൾ വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ടു ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സിലേക്ക് എന്ത് പാസ് ചെയ്യിപ്പിക്കുന്നു, ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്നവയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇലക്ട്രോലൈറ്റ്സിലേക്ക് എന്തിനെ പാസ് ചെയ്യിപ്പിക്കുന്നു, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നവയാണ് നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോലൈറ്റ്സ്. ആൻഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് one electrode is connected to the positive terminal. നമ്മൾ ഈ ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് അവിടെ 2 ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ എന്താണ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് 1 electrode is connected to the positive terminal of the battery. നമ്മൾ ഈ ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെർമിനൽ എന്താണ് ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെർമിനൽ പോസിറ്റീവ് എൻഡുമായിട്ടും അതിൻ്റെ മറ്റേ ടെർമിനൽ നമ്മൾ എന്തുമായിട്ടും കണക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് 1 electrode is connected to the positive terminal of the battery. നമ്മൾ ഇലക്ട്രോളിസിസ് നമ്മൾ ഗാൽവനിക് സെല്ലിനകത്തും പഠിച്ചതല്ലേ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇലക്ട്രോളിസിസ് നടത്തുമ്പം ഇതിൻ്റെ ഒരു ടെർമിനൽ എന്തായിട്ട് കണക്ട് ചെയ്യുന്നു, പോസിറ്റീവ്. ഈ വലിയ ബിഗ് ലൈൻ എന്ന് പറയുന്നത് പോസിറ്റീവും ഇതെന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. സോ ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് വി കണക്ട് the one end of this to the positive terminal of the battery and other to the negative terminal of the battery. Okay, സോ ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഒരു ഇലക്ട്രോഡ് എന്തായിട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ഇലക്ട്രോഡ് പോസിറ്റീവ് ടെർമിനലുമായിട്ടും ഒരു ഇലക്ട്രോഡ് നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നു. ആൻഡ് അതർ ടു ദ നെഗറ്റീവ് ടെർമിനൽ. ദ ഇലക്ട്രോഡ് വിച്ച് ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഇസ് ദ ആനോഡ്. അപ്പം പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമാണെന്ന് പറയുന്നത് ആനോഡ്. സോ ദ ഇലക്ട്രോഡ്, അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡാണ് എന്തെന്ന് പറയുന്നത് ആനോഡ്, ആൻഡ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് കാഥോഡ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇലക്ട്രോഡിൻ്റെ നമ്മൾ ബാറ്ററിയുടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോഡും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം ആനോഡും അതുപോലെ തന്നെ ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം കാഥോഡും എന്നും പറയുന്നു. Okay, so the electrode which is connected to the positive terminal of the battery is called anode. The electrode which is connected to the negative terminal of the battery is called cathode. Positive നമ്മൾ എന്താണ് ഇലക്ട്രോഡിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഭാഗം ആനോഡും നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം കാഥോഡും എന്നും പറയുന്നു. ഓക്കെ, സോ എന്താണ് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രോഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് ആർ പാസസ് ഇലക്ട്രിസിറ്റി ടു ദ ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോഡ്സ്. ആൻഡ് ദർ ഈസ് പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ്. പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ആർ കോൾഡ് വാട്ട്, ആനോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡ്സിനെ പറയുന്ന പേര് ആനോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ആർ കോൾഡ് കാഥോഡ്. This thing you have to remember because it is very important for the exam. Okay, and electrode at which oxidation takes place is the anode. നമ്മൾ നേരത്തെയും പറഞ്ഞതാണത്. അതായത് ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്, the oxidation takes place at anode. Oxidation takes place at positive. Anode is the positive electrode and the oxidation takes place is the anode. And the reduction process. So what is oxidation and reduction? ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ. സോ ഇവിടെ എന്താണ്, ഓക്സിഡേഷനിൽ എന്ത് ചെയ്യുന്നു, ആനോഡിൽ എന്ത് സംഭവിക്കുന്നു, ഇൻ ആനോഡ് ദ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ഇൻ കാഥോഡ് ദ റിഡക്ഷൻ ടേക്സ് പ്ലേസ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, കാഥോഡിൽ എന്ത് നടക്കുന്നു, റിഡക്ഷനും നടക്കുന്നു. ഓക്കെ, സോ ഇൻ ദ ഇലക്ട്രോളിറ്റിക് സെൽ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് and reduction takes place at the negative electrode. ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്, ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത്, പോസിറ്റീവ് ഇലക്ട്രോഡിലും. റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ
നെഗറ്റീവ് ഇലക്ട്രോഡ്. ഓക്സിഡേഷൻ പോസിറ്റീവ് ഇലക്ട്രോഡിലും റിഡക്ഷൻ നെഗറ്റീവ് ഇലക്ട്രോഡിലും നടക്കുന്നു. ദാറ്റ് ഈസ് ദ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ ആനോഡ് ആൻഡ് ദ റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. ഓക്കെ, അപ്പം ടു വിച്ച് ഇലക്ട്രോഡ്സ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാം റഫായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതൊരു ബീക്കറാണ്. So this is a beaker. Okay, then ഇവിടെ എന്താ ഒരു ഇലക്ട്രോലൈറ്റ് കാണും. So here there is an electrolyte. ഇവിടെ എന്താണുള്ളത്? ഒരു ഇലക്ട്രോലൈറ്റ്. നമ്മൾ ഏത് സൊല്യൂഷനാണോ എടുക്കുന്നത് ദാറ്റ് ഈസ് ദ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ദെൻ എന്ത് കാണും? നമ്മൾ പറഞ്ഞു അവിടെ ഒരു കാഥോഡും ഹിയർ ദർ ഈസ് എ കാഥോഡ് ഓർ ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ദർ ഈസ് ആൻ നെഗറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ആസ് കോൾഡ് ആനോഡ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. ദിസ് ഈസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ദിസ് ഈസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ആനോഡ് and this is the cathode. Okay, and this anode is connected to the positive terminal of the battery and this cathode is connected to the negative terminal of the battery. എന്താണ്? ആനോഡ് പോസിറ്റീവായിട്ടും കാഥോഡ് നെഗറ്റീവായിട്ടും കണക്ട് ചെയ്തേക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇത് ആനോഡ് which charge anode has positive charge and cathode has the negative charge. Okay, this is an example for an ഇലക്ട്രോളിസിസിൻ്റെ ഒരു ഇലക്ട്രോളിസിസ് നടത്തുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രോളിസിസ് നടത്തുന്നത്. ഓക്കെ, ആൻഡ് ടു വിച്ച് ഇലക്ട്രോഡ്സ് ആർ ദ പോസിറ്റീവ് അയൺ അട്രാക്റ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? പോസിറ്റീവ് അയൺസ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? പോസിറ്റീവ് അയൺസ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എങ്ങോട്ട് പോകുന്നു? നെഗറ്റീവ് ഇലക്ട്രോഡ്സിലേക്ക് പോകുന്നു അല്ലേ? പോസിറ്റീവ് അയൺസ് എങ്ങോട്ട് പോകും? നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് എന്താണ്? ഓപ്പോസിറ്റ് ചാർജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അട്രാക്റ്റ് ചെയ്യും ആൻഡ് ദ സെയിം ചാർജസ് റിപ്പൽ. വി നോ ദാറ്റ് ദ സെയിം ചാർജസ് ഒരേ പോലുള്ള ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? എപ്പോഴും എന്താണ്? റിപ്പൽ ചെയ്യും ആൻഡ് ദ ഓപ്പോസിറ്റ് ചാർജസ് ഓൾവേസ് അട്രാക്ട്സ്. സോ ഹിയർ ദ പോസിറ്റീവ് എന്താണ്? ടു വിച്ച് ഇലക്ട്രോഡ്സ് ദ പോസിറ്റീവ് അയൺസ്? ദ പോസിറ്റീവ് അയൺസ് ഗോസ് ടു ദ പോസിറ്റീവ് അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കായിരിക്കുമോ പോകുന്നത്? അല്ല, പോസിറ്റീവ് അയോൺസ് ഗോസ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. ദാറ്റ് ഈസ് ദ കാഥോഡ്. പോസിറ്റീവ് അയൺസ് എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. ആൻഡ് ദ നെഗറ്റീവ് അയൺസ് എങ്ങോട്ട് പോകും? നെഗറ്റീവ് അയൺസ് ഗോസ് ടു ദ നെഗറ്റീവ് അയൺസ് എങ്ങോട്ടാണ് പോകുന്നത്? ആനോഡിലേക്ക് അല്ലേ? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നു. So what changes happens to ion which are attracted to cathode? കാഥോഡിൽ എത്തുന്നവയ്ക്ക് എന്ത് സംഭവിക്കും? In cathode there takes place the reduction process. കാഥോഡിൽ ഏത് പ്രോസസ്സാണ് നടക്കുന്നത്? റിഡക്ഷൻ പ്രോസസ്സ്. ആൻഡ് ഇൻ ആനോഡ് there occurs the oxidation process. ആനോഡിൽ ഏത് പ്രോസസ്സ് നടക്കുന്നു? ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നു. Then we have to learn. അപ്പം നമ്മൾ ഇലക്ട്രോളിസിസ് എന്താണ്, ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്നൊക്കെ പഠിച്ചു. എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്? ഇലക്ട്രോഡ്സ് എന്താണ്, ഇലക്ട്രോലൈറ്റ്സ് എന്താണ്, പിന്നെന്താണ് ഇലക്ട്രോഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അയോൺസ്. ദ അയോൺസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ഇലക്ട്രോലൈറ്റ്സ്. ആൻഡ് പിന്നീട് എന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ടു ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ്. ഇതായിരിക്കും നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഇത് നമുക്ക് ഇലക്ട്രോഡ്സ്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ്. ഈ ഒരു മൊത്തത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഇലക്ട്രോളിസിസ്. ഇവിടെ ഇത് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ദിസ് ആനോഡ് ആൻഡ് കാഥോഡ് ഈസ് ദ ഇലക്ട്രോഡ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് കാറ്റയോൺസ് ആൻഡ് വാട്ട് ഈസ് ആനയോൺസ്. ഈ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇലക്ട്രോളിസിസ് പ്രോസസ് വെരി വെൽ. ഓക്കെ, സോ ദ ഇലക്ട്രോഡ്സ് ആർ ഓഫ് 2 types, ആനോഡ് ആൻഡ് കാഥോഡ്. ആൻഡ് എന്താണ്? ആനോഡ് ഹാസ് പോസിറ്റീവ് ചാർജ് ആൻഡ് കാഥോഡ് ഹാസ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ വാട്ട് ഈസ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്? എന്താണ് കാറ്റയോൺസ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കാറ്റയോൺസ് എന്താണ്? ആനിയോൺസ്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇത് കാറ്റയോൺസും ആനയോൺസും എന്ന് പറയുന്നത് അയോൺസ് ആണ്. ദ കാറ്റയോൺസ് അല്ലേ? കാറ്റയോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ആ വേർഡ് ഉണ്ട്, അയോൺസ് അല്ലേ? ആനയോൺസ് അയോൺസ്.
അല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കുക ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, കാഥോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പം പോസിറ്റീവ് അയോണിനെയാണോ ആനയോൺസ് എന്ന് പറയുന്നത്, നെഗറ്റീവ് അയോണിനെയാണോ കാറ്റയോൺസ് എന്ന് പറയുന്നത് ഒരു ഡൗട്ടാണ്. പക്ഷേ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇറ്റ് ഇസ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. അതിന് ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ദ പോസിറ്റീവ് അയോൺസ് വിച്ച് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് എ നെഗറ്റീവ് ഇലക്ട്രോഡ് ആർ കോൾഡ് കാറ്റയോൺസ്. അപ്പം പോസിറ്റീവ് അയോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാറ്റയോൺസ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് അയോൺസ് ആണെന്ന് പറയുന്നത് കാറ്റയോൺസ്. ഓക്കെ, ദ പോസിറ്റീവ് അയോൺസ് വിച്ച് അട്രാക്റ്റഡ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് കാറ്റയോൺസ്. ഓക്കെ, വാട്ട് ഈസ് ആനയോൺസ്? ആനയോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആനയോൺസ് ഈസ് ദ നെഗറ്റീവ് അയോൺസ്. ആനയോൺസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് അയോൺസ് ആണ്. മറ്റേതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കാറ്റയോൺസ് എന്ന് പറയുന്നത് എന്താണ്? ആ വേർഡിൽ തന്നെ ഉണ്ട് അയോൺസ് അല്ലേ? സോ കാറ്റയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ആണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇലക്ട്രോഡാണെന്ന് അറിയാം. കാഥോഡ് ഈസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്, ബട്ട് the cations is the positive ions. And it is opposite to that. Cations എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് അയോൺസ്. ആനയോൺസ് മീൻസ് നെഗറ്റീവ്, പോസിറ്റീവ് അയോൺസ് അല്ല, നെഗറ്റീവ് അയോൺസ്. ആൻഡ് ദ അയോൺസ് വിച്ച് ഗോസ് ടു ദ എന്താണ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് cations. That is, it is the positive ions. And the ions which goes to the positive electrode is called anions. Okay, so the positive ions which attract towards a negative electrode like attract ചെയ്യുന്ന പോസിറ്റീവ് അയോൺസ് ആണ് എന്തെന്ന് പറയുന്നത്, കാറ്റയോൺസ് എന്ന് പറയുന്നത്. Then the negative ions which move towards the anode is called, ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത് ഏതാണ്? കാറ്റയോൺസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി. അയോൺസിൻ്റെ കേസിൽ അത് ഓപ്പോസിറ്റ് ആണ്. Then next we are going to learn about the electrolysis of molten sodium chloride. Okay, നമ്മൾ ഇലക്ട്രോളിസിസ് എന്താണെന്ന് പഠിച്ചു. ഇൻ ഇലക്ട്രോളിസിസ് ദർ ആർ 2 ഇലക്ട്രോഡ്സ്, ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോളിസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി സോഡിയം ക്ലോറൈഡിൽ എങ്ങനെയാണ് ഇലക്ട്രോളിസിസ്, ഹൗ ദ ഇലക്ട്രോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൽ എങ്ങനെയാണ് ഇലക്ട്രോളിസിസ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ സോഡിയം ക്ലോറൈഡ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഇസ് നോട്ട് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. അതായത് സോഡിയം ക്ലോറൈഡ് അതിൻ്റെ ഒരു സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്, അത് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യത്തില്ല, ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇസ് നോട്ട് ആൻ ഇലക്ട്രിക് കണ്ടിക്കൽ ബിക്കോസ് അയോൺസ് ഹാവ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അപ്പം അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ അയോൺസിന് എന്തില്ല, അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, but electricity flows through molten sodium chloride. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോളിസിസിൽ മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വ സൊല്യൂഷനിലോ ആയിരിക്കുമ്പോഴാണ് ഇലക്ട്രോളിസിസ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആൾസോ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യിക്കാൻ പറ്റും. ബട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ എന്ത് പാസ് ചെയ്യും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ബട്ട് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് the electricity does not pass. Okay, and when sodium chloride melt ചെയ്ത് കഴിഞ്ഞാൽ the positively charged sodium ions, അപ്പോൾ നമുക്കറിയാം സോഡിയം NaCl. So sodium is in the first group. സോഡിയം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഫസ്റ്റ് ഗ്രൂപ്പിലാണ് അല്ലേ? സോഡിയം എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. So what is the atomic number of sodium? It is 11. Sodium atomic number is always we write the atomic number below the element. Okay, or in the left hand bottom side. So 11 ആയതുകൊണ്ട് what is the electronic configuration? 281. In the outermost shell there is 1 electron, so it loses 1 electron അല്ലേ? അതായത് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ചാർജ് കിട്ടും? Na+. അപ്പോൾ സോഡിയം പോസിറ്റീവ് അയോൺ ആണ്. ഹിയർ ക്ലോറിൻ. സോ ക്ലോറിൻ ഈസ് ഇൻ ദ 17th group. 17th ഗ്രൂപ്പിലാണ്. ആൻഡ് ദ അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് 17. ആൻഡ് വി ക്യാൻ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റ് 287. സോ ഹിയർ ഓൾസോ, സോ ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ്, ഇത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് വേണം, ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കിട്ടണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിക്കോളും. സോ ദ ക്ലോറിൻ possess നെഗറ്റീവ് ചാർജ്. ക്ലോറിൻ എന്ത് ചാർജാണുള്ളത്? നെഗറ്റീവ് ചാർജും. സോഡിയം അയോൺസ് ഹാസ് പോസിറ്റീവ് ചാർജ്. സോഡിയത്തിന് പോസിറ്റീവ് ചാർജും ക്ലോറിന് നെഗറ്റീവ് ചാർജുമാണ്. വെൻ സോഡിയം ക്ലോറൈഡ് മെൽസ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സോഡിയം പ്ലസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം പ്ലസും ക്ലോറിൻ മൈനസും അവിടെ ഉണ്ടാവുന്നുണ്ട്.
Okay, so when the sodium chloride melts, the positively charged sodium ions and the negatively charged chloride ions are free to move. ഓക്കെ, അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്താലേ അവിടെ എന്തുണ്ടാവത്തുള്ളൂ? അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ NaCl split into Na plus and Cl minus. So here we can write it as NaCl, sodium chloride split into Na plus Cl minus. സോഡിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്ത് Na പ്ലസും Cl മൈനസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് കുറേ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റേറ്റ് ചെയ്തുകൊണ്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 56 യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദാറ്റ്. വിച്ച് അയോൺ ഈസ് അട്രാക്റ്റഡ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡ്? ഏത് അയൺ ആയിരിക്കും ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നത്? ആനോഡിലേക്ക്. വിച്ച് ഇസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഹിയർ? ആനോഡ് ഇസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ആയിരിക്കും അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോസിറ്റീവ് ഇലക്ട്രോഡിൻ ദ ക്ലോറിൻ അയൺ ഗോസ്. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഏതായിരിക്കും പോകുന്നത്? ക്ലോറിൻ. സോ ഇൻ ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് സോഡിയം പ്ലസ് ആയിരിക്കും അങ്ങേക്ക് പോകുന്നത്. സോ ഹൗ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ? നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡിലായതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ക്ലോറിൻ എന്ത് ചെയ്യും? ഉള്ള ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ മൈനസ് ആണ്. ക്ലോറിൻ മൈനസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഹിയർ ദ ക്ലോറിൻ ഈസ് ഇൻ ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. സോ ദെയർ ഓക്സിഡേഷൻ ഒക്കേഴ്സ്. പോസിറ്റീവ് ഇലക്ട്രോഡിൽ എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ക്ലോറിൻ അതിൻ്റെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, ക്ലോറിൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉള്ള ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു. നമുക്കറിയാം ആരോഗ്യം ഇപ്പുറം എഴുതി അതെന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ സോഡിയം എന്ത് ചെയ്യും? സോ ദ Na പ്ലസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ദിസ് ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ ദ സോഡിയം. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്തതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ദിസ് ഇസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ സോഡിയം എന്ത് ചെയ്യുന്നു? 1 ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ അതിനുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്ത് സോഡിയം ആറ്റമായിട്ട് മാറും. സോ ദിസ് ഇസ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഹിയർ. ഈ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. Okay, so in positive electrode the chlorine ions goes to the positive electrode because Cl has നെഗറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും എങ്ങോട്ട് പോകുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നത്. പോസിറ്റീവ് ചാർജുള്ള സോഡിയം എങ്ങോട്ട് പോകുന്നു? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും പോകുന്നു. ഓക്കെ, വിച്ച് ഈസ് ദ മെറ്റൽ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്? അപ്പോൾ കാഥോഡിൽ ഏത് മെറ്റലായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇൻ കാഥോഡ് ദ സോഡിയം ഇസ് ഡെപ്പോസിറ്റഡ്. Na അല്ലേ? സോഡിയം എന്ത് ചെയ്യുന്നു? കാഥോഡിൽ ഏത് മെറ്റലാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? സോഡിയം ഇസ് ഡെപ്പോസിറ്റഡ്. Which is the metal deposited at the cathode? In the cathode the sodium is deposited അല്ലേ? അവിടെ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു because the cathode is the negative electrode. Now don't you clear the idea of products obtained at the positive electrode anode and the negative electrode cathode? അപ്പം നിങ്ങൾക്ക് എവിടെയാണ് സോഡിയം അല്ലെങ്കിൽ പോസിറ്റീവ് അയൺസ് പോകുന്നത്, എവിടെയാണ് നെഗറ്റീവ് ഇലക്ട്രോൺസ് പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, സോ in the next class we will learn about the electrolysis of sodium chloride solution. In this class we have discussed about the electrolysis of molten sodium chloride. molten sodium chloride ന്റെ ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ പഠിച്ചത്. നമുക്കറിയാം ഇലക്ട്രോളിസിസ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത്? the electrolysis takes place only in the molten state or in the aqueous solution. molten സ്റ്റേറ്റിലായിരിക്കുമ്പോഴോ aqueous സൊല്യൂഷനിലായിരിക്കുമ്പോഴോ ആണ് ഇലക്ട്രോളിസിസ് നടക്കുന്നതെന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് പഠിച്ചു? സോഡിയം ക്ലോറൈഡ് ആണ് എക്സാമ്പിൾ. KCl ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. KClൻ്റെ എക്സാമ്പിൾ ഉണ്ട്, ഇലക്ട്രോളിസിസ് ഇൻ KCl, പൊട്ടാസ്യം ക്ലോറൈഡ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, ഇൻ യുവർ ടെക്സ്റ്റ് യു വാണ്ട് ടു സ്റ്റഡി അബൌട്ട് സോഡിയം ക്ലോറൈഡ് ഓൺലി. സോ ഫസ്റ്റ് വി ലേൺഡ് അബൌട്ട് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് പഠിച്ചു. ഇനി എന്തെങ്കിലും കൂടെ പഠിക്കണം? ഇത് അക്വസ് സൊല്യൂഷനിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് സൊല്യൂഷൻ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ വാട്ടറിൽ അക്വസ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഇലക്ട്രോളിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ നൗ വി ക്യാൻ വൈൻഡ് അപ്പ് ആൻഡ് ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ഡീറ്റെയിൽലി ലേൺ അബൌട്ട് ദ ഇലക്ട്രോളിറ്റിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. Okay, hope you have understood this concept and next class we will meet. Now we can wind up. Thank you. Assalamu alaikum.